M5 ലൈവ് ഇമേജ് പോളിൽ പുതിയ ഭാഷാ പ്രയോഗങ്ങൾ, പിണറായിയുടെ ന്യായീകരണങ്ങൾ ശരിയോ തെറ്റോ എന്നതായിരുന്നു ചോദ്യം. CPM വിട്ട് കോൺഗ്രസ് പിന്തുണയോടെ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരനെതിരായുള്ള രാഷ്ട്രീയ ചെറ്റത്തരം പരാമർശത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ചെറ്റത്തരം എന്ന വാക്ക് എന്നു മുതലാണ് അശ്ലീലമായതെന്നും സുധാകരനെ താൻ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ലെന്നും അങ്ങനെ വിളിക്കാനാണ് പലരും ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നതിനെ കുറിച്ചാണ് താൻ പരാമർശിച്ചത്. ചെറ്റത്തരം എന്ന വാക്ക് താൻ മുൻപും ഉപയോഗിച്ചിട്ടുണ്ടെന്നും അന്നത് വിവാദമായിട്ടില്ലെന്നും ഇതിൽ എന്താണ് പ്രശ്നമെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം ഇതോടൊപ്പം ഉയർത്തിക്കാട്ടുന്നുമുണ്ട്. സുധാകരന്റെ നിലപാട് പാർട്ടിയുടെയും തന്റെയും പ്രത്യയ ശാസ്ത്രത്തോടുള്ള വഞ്ചനയാണെന്നും അതാണ് താൻ അർത്ഥമാക്കിയതെന്നും മുഖ്യമന്ത്രി അവകാശപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ ഭാഷാ പ്രയോഗങ്ങളുടെ ന്യായീകരണങ്ങൾ സാധാരണ ജനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നത് മനസ്സിലാക്കുന്നതിനായിരുന്നു പോൾ ഇട്ടത്. ഇനി ഇതിന്റെ പ്രതികരണങ്ങളിലോട്ട് കടക്കാം. മുഖ്യമന്ത്രിയുടെ ന്യായീകരണങ്ങൾ ശരിവെക്കുന്നത് 35% ആളുകളാണ്. എന്നാൽ 65%വും ഇതിനെ തെറ്റായാണ് കണക്കാക്കുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രിയുടെ പല പ്രവൃത്തികളും ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നു തന്നെയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ പ്രതികൂലമായി ബാധിക്കുമോ എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു പോളും ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരായ ലീഗ് നേതാവിന്റെ വിവാദ പരാമർശം യു പ്രതിഭ ലീഗ് നേതാവിനോട് ക്ഷമിക്കണമോ? ഇതിനുള്ള നിങ്ങളുടെ വിലയേറിയ പ്രതികരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.